നീല വണ്ട്, നല്ല ഭംഗിയാണ് വണ്ടിന്. വണ്ട് വന്നിട്ട് ഇതിനകത്ത് മുട്ടയിടുമ്പം കരികിലുണ്ടെങ്കിൽ കരികിലയിലാണ് കൃത്യം വീഴുന്നെങ്കിൽ അത് വിരിയല, മണ്ണിലാണെങ്കിൽ അത് കൃത്യം വിരിയും. ഒന്നേ കടിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ ആ വേരും പോവും, എന്നിട്ട് അടുത്ത വേരെ കടിക്കും. കംപ്ലീറ്റ് വേരും കടിച്ച് കളയും. എന്നിട്ട് പെട്ടെന്ന് ചെടി അങ്ങ് ഉണങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കും. എല്ലാ പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കൾക്കും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ രാജക്കാട് മുല്ലക്കാനത്താണുള്ളത്. നമ്മളോടൊപ്പം ഷാജി സാറുണ്ട്. നമസ്കാരം സാർ. നമസ്കാരം. ഇന്ന് പ്രേക്ഷകർക്കൊക്കെ ഏറെ ആശങ്കയുള്ള 2-3 ടോപ്പിക്കാണ് നമ്മളിന്ന് കവർ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഓരോ സെക്ഷനായിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്രേക്ഷകരോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മൾ പല എക്സ്പെർട്ടുകളുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഓരോ കാര്യങ്ങൾ. പ്യുവറായിട്ടുള്ള ഓർഗാനിക് അല്ലെങ്കിൽ രാസകൃഷി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ആരെങ്കിലും നിങ്ങൾ ഒരാളെ ഫോളോ ചെയ്യുക, എല്ലാവരെയും കൂടെ ഒന്നിച്ച് കണ്ടിട്ട് ഫോളോ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നാശമോശമാവും. കഴിഞ്ഞ ദിവസം ഒരു പ്രേക്ഷകൻ വിളിച്ചിരുന്നു, എനിക്ക് ആകെ കൺഫ്യൂഷനായി പോയി എന്നും പറഞ്ഞു. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്, അത് പ്രത്യേകം ഓർക്കുക. അപ്പോൾ നിങ്ങൾ ഏതാണോ നിങ്ങൾക്ക് അനുയോജ്യമായിട്ട് ചെയ്യാൻ പറ്റുന്നത് അത് നിങ്ങൾ തിരഞ്ഞെടുക്കുക, ആളെ ഫോളോ ചെയ്യുക. അവരത് സക്സസ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, ശാസ്ത്രീയ അറിവുകളെല്ലാം സെയിം ആയിരിക്കും, പക്ഷെ ആ ഒരു പ്രാവർത്തികമായിട്ടുള്ള അറിവുകൾ വ്യത്യാസം, അത് ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നമ്മുടെ ടോപ്പിക്കിലേക്ക് നമുക്കൊന്ന് പോവാം. സാറിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഇന്നും അറിയേണ്ടത്. ഇനി നമുക്ക് മണ്ണ് ക്ലിയർ ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ മഴയൊക്കെ 4 വർഷമായിട്ട് ഇപ്പോൾ വേരുപുഴുവിൻ്റെ ശല്യമില്ലായിരുന്നു. ഇപ്പം അത് വ്യാപകമായിട്ട് കുതിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് പറ്റിയ ഒരു മാർഗം ഒന്ന് പറഞ്ഞിരുന്നു. വേരുപുഴു 4 വർഷം എന്ന് പറഞ്ഞാൽ പ്രളയത്തിന് ശേഷം വേരുപുഴു മൊത്തമായിട്ട് അപ്രത്യക്ഷമായിരുന്നു. ഞാൻ എല്ലാ തോട്ടങ്ങളിലും പോകുന്നുണ്ട്, ആയിരക്കണക്കിന് തോട്ടങ്ങളിൽ പോയതെല്ലാം അപ്രത്യക്ഷമായി പോയി. ഈ 4 വർഷം, ഈ വർഷത്തിൽ ഈ സമീപകാലത്താണ് വേരുപുഴു കണ്ടുപിടിക്കുന്നത്. അപ്രത്യക്ഷമായിട്ട് പോയിട്ട് ഒരു കർഷകന് ഫംഗിസൈഡ് അടിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഇല പിന്നെയും കരിയാണെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പോയത്. ഒരു പക്ഷേ എങ്കിൽ ഞാൻ തന്നെ ആയിരിക്കും ആദ്യം കണ്ടുപിടിച്ചത്, ആരും കണ്ടുപിടിച്ചത് എനിക്ക് തോന്നുന്നില്ല, ഡിക്ലെയർ ചെയ്ത് കേട്ടിട്ടില്ല. അപ്പോൾ അവിടെ ചെന്നിട്ട് ഇല പിന്നെയും കരിഞ്ഞപ്പം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കരിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ മാന്തിയപ്പോഴത്തേക്കും കപ്പലണ്ടിയുടെ പരിപ്പ് പോലെ വെള്ളപ്പുഴു ഇഷ്ടം പോലെ ഒരു ഇത്രയും കിട്ടി ഒരു ഏലത്തിൻ്റെ ചൊട്ടിന്ന്. അപ്പോൾ എനിക്ക് അന്താളിപ്പായി, കാരണം ഇത് തിരിച്ചു വന്നെന്ന് എനിക്ക് ഉറപ്പായി. അത് ഞാൻ പോയ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മഴയുള്ള സമയം. സാധാരണ മഴയുള്ളപ്പോൾ ഈ വേരുപുഴു മണ്ണിനടിയിലേക്ക് ഇറങ്ങിപ്പോയിട്ട് വെയിൽ കയറുമ്പോഴാണ് കയറി വരുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് 4 വർഷത്തിന് ശേഷം ഈ സാധനം തിരിച്ചു വന്നത് പൂർവാധികം ശക്തിയോട് കൂടിയാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതെങ്ങനെയാണ് മണ്ണിലെത്തുന്നത്? ഈ വേരുപുഴത്തെ ഒരു വണ്ടുണ്ട്, നീല വണ്ട്, നല്ല ഭംഗിയാണ് വണ്ടിന്. വണ്ട് വന്നിട്ട് ഇതിനകത്ത് മുട്ടയിടുമ്പം കരികിലുണ്ടെങ്കിൽ കരികിലയിലാണ് കൃത്യം വീഴുന്നെങ്കിൽ അത് വിരിയല, മണ്ണിലാണെങ്കിൽ അത് കൃത്യം വിരിയും. എങ്ങനെയാണെങ്കിലും വിരിയും, അത് ഇഷ്ടംപോലെ മുട്ടകളിടും, അത് പിന്നെ വിരിയും. അങ്ങനെ അതിൻ്റെ ഒരു പ്രജനനം നടത്തുന്നത്. ഇത് കംപ്ലീറ്റ് വേര് അത് കടിച്ച് ഭക്ഷിക്കും. വന്നു കഴിഞ്ഞാൽ സംഗതി വേരെ കടിക്കും. വേരെ കടിക്കുക എന്ന് പറഞ്ഞാൽ ഇതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരയിൽ ഒന്നേ കടിക്കുള്ളൂ, അത് കഴിഞ്ഞിട്ട് അടുത്ത വേരയിലേ കടിക്കുള്ളൂ. അത് കടിക്കുന്ന ഭാഗം കഴിക്കുവാണോ അതോ കടിച്ചിട്ട് അതിൻ്റെ നീരുറ്റി കുടിക്കുവാണ്? നീരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ രുചികരമായ പാലിന് തുല്യമായിട്ടുള്ള ആ നീര് കുടിക്കുക. അപ്പോൾ ഇത് ഒന്നേ കടിക്കുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ അതിൻ്റെ അർത്ഥം മനസ്സിലായോ? ആ അറ്റത്ത് ഒന്നേ കടിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ ആ വേരും പോവും, എന്നിട്ട് അടുത്ത വേരെ കടിക്കും. കംപ്ലീറ്റ് വേരും കടിച്ച് കളയും. എന്നിട്ട് പെട്ടെന്ന് ചെടി അങ്ങ് ഉണങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കും ഫിസേറിയാണെന്ന് വിചാരിച്ച് നമ്മൾ ഫിസേറിയത്തിന് മരുന്നടിക്കും, അല്ലെങ്കിൽ വെള്ളം കുറവാണെന്ന് പറഞ്ഞുകൊണ്ട് നനച്ചു കൊടുക്കും. ഇതല്ല അതിൻ്റെ സംഭവം. ഇതാണ് കർഷകരെ അങ്കലാപ്പിലാകുന്ന ഒരു പ്രശ്നം, വേരുപുഴു, ഫിസേറിയം, വെള്ളം കുറവ്. ഇപ്പോൾ ഒരു ജൈവപരമായിട്ട് എങ്ങനെയല്ലേ ഇതിനെ നിയന്ത്രിക്കാൻ സാധിക്കും? ജൈവപരമായിട്ട് പെസിലോമൈസ് എന്നും പറഞ്ഞുകൊണ്ടൊരു ബാക്ടീരിയ ഉണ്ട്. ആ ബാക്ടീരിയ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വന്നതിന് ശേഷം വലിയ പാടാം, വരുന്നതിന് മുമ്പൊക്കെയാണെങ്കിൽ നമുക്കൊത്തിരി കൺട്രോൾ ചെയ്യാം. എങ്ങനെയാണ് കൾച്ചർ ചെയ്ത് ഒഴിക്കുക? അത് നമ്മൾ ഈ പെസിലോമൈസ് നമ്മൾ കിലോ കണക്കിനാണ് വരുന്നത്. അത് കൾച്ചർ ചെയ്യേണ്ട, അത് നമ്മൾ ജൈവവളത്തിൽ ചേർത്ത് ഇട്ട് കൊടുത്താൽ മതി. ട്രൈക്കോഡർമ, വാമ, സൂഡോമോണസ്, പെസിലോമൈസ്, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ് ബാക്ടീരിയയുടെ കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അതാണ്. പക്ഷേ അത് വന്നു കഴിഞ്ഞതിന് ശേഷം വ്യാപകമായി പുഴുവായി കഴിഞ്ഞാൽ അതിനെതിരെ ആ ബാക്ടീരിയ വർക്കാകില്ല. കാരണം അതിൻ്റെ 100-1 ഉള്ളൂ ഈ ബാക്ടീരിയ. ഒരു നല്ല പുഴുവിൻ്റെ 100-1 ഉള്ളൂ ഈ ബാക്ടീരിയ. വരുന്നതിന് മുമ്പാണെങ്കിൽ സംഗതി ശരിയാണ്. വന്നതിന് ശേഷം നമുക്ക് കെമിക്കൽ രീതിയിലേക്ക് പറ്റുള്ളൂ. അതിന് പറ്റിയത് മാർഗം നേരത്തെയൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേരുപുഴുവും കുറുനാമ്പെന്നും പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഫോറേറ്റും പുരുടാനും കൊടുത്തോണ്ടിരുന്നത്. ഈ കുറുനാമ്പിന് നമ്മൾ പുരുടാൻ കൊടുത്തു, ബാൻ ചെയ്തു പോയതല്ലേ. ഈ കുറച്ച് കെമിക്കൽ ഈയിടെ ബാൻ ചെയ്തിട്ട് തിരിച്ചു വന്നത് എനിക്ക് ഇട്ടുണ്ട്. അതിൻ്റെ കൂടെ ഈ ലിസ്റ്റ് ഉണ്ടോ എന്ന് ഞാൻ നോക്കിയില്ല. ഈ ഫുരുഡാൻ എന്ന് പറയുന്നത് ഈ നമ്മൾ ഈ കുറുനാമ്പെന്ന് പറയുന്നത് നമ്മൾ ഈ വെരിക്കോസ് വൈൻ പോലെ വേരിൻ്റെ അടുത്ത് മുഴ വരും. മുഴ വന്നിട്ട് അതിനകത്ത് ഈ സാധനം കയറിയിരിക്കും. ഈ കുറുനാമ്പിൻ്റെ വിര കയറിയിരിക്കും. വിര കയറി ഇരുന്നിട്ട് ഇതിങ്ങനെ വന്നു കഴിയുമ്പോൾ ഭക്ഷണം കയറി പോകാല. നെമറ്റോഡ്. അപ്പോൾ അന്നേരം കൂമ്പ് കുറവും.
അതാണ് കുറുനാമ്പ്. വേരുപുഴു എന്ന് പറയുന്നത് ഈ പുഴു വന്നിട്ട് കടിക്കും, വേരെ കടിക്കും. നേരത്തെയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഞാൻ പറഞ്ഞ ഫോറേറ്റും പുരുടാനും ഒക്കെ ആയിരുന്നു. അത് എഫക്റ്റീവ് നെമറ്റോഡിനും ബെറ്റർ അല്ലേ? നെമറ്റോഡിനും പുരുടാനായിരുന്നു ബെറ്റർ. അത് ബാൻ ചെയ്തെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ പോയിട്ട് ഫോറേറ്റ് ബാൻ ചെയ്തിട്ട് തിരിച്ചു വന്നതെന്ന് എനിക്കറിയത്തില്ല. കുറേ പ്രൊവിനോവോസ് മോണോപ്രോട്ടോവോസ് അടക്കമുള്ള കുറച്ച് സാധനങ്ങൾ തിരിച്ചു വന്നിട്ടുണ്ട്. പക്ഷേ ഏറ്റവും നല്ലൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഈ പെസിലോമൈസിസ് നേരത്തെ തന്നെ മുൻകൂട്ടി കൊടുക്കുക എന്നുള്ളതാണല്ലേ. പക്ഷേ ഇങ്ങനെ ഇപ്പോൾ വന്നേക്കുന്ന അതിന് വേരുപുഴുവിന് പെസിലോമൈസ് അത്ര ഏക്കില്ല. എന്നാണെന്നറിയോ, ഇത് പൂർവാധി ശക്തിയായിട്ടാണ് വന്നേക്കുന്നത്. ഇതിന് ഭയങ്കര കലിപ്പ. ഈ സാധനം ഭയങ്കര പ്രതിരോധ ശേഷിയോടുകൂടി 4 വർഷം കഴിഞ്ഞല്ലേ വന്നേ. അതുകൊണ്ട് ഇതിനിപ്പോൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഗവൺമെൻറ് ഇപ്പോൾ നമ്മുടെ കേരള സർക്കാരിൻ്റെ കൃഷി വകുപ്പിൻ്റെ കീഴിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിൽബാനാണ്. എന്ന് പറഞ്ഞാൽ ക്ലോറിവെരിപോസ് 20 ECD 50 ECD. അതിൻ്റെ ഒരു പ്രത്യേകത ആദ്യം തന്നെ പറയാം. ഈ സാധനം നമ്മൾ ചെയ്യുമ്പം വേരിന് കംപ്ലൈൻറ്റ് ഉണ്ടാകാറുണ്ട്. വേരിന് കുറച്ച് പൊള്ളലുണ്ടാകും. അത് ഡോസ് കുറച്ച് കൊടുത്താൽ പോലും അങ്ങനെ ഉണ്ടാകും. അപ്പോൾ അതിന് നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ കൂടെ കുമിക്കാസിഡ് പോകുന്നത്രയും വേരിനെ കുമിക്കാസിഡ് ചേർത്താണ് ഇത് ഒഴിക്കുന്നത്. ക്ലോറിവെരിപോസ് എന്ന് പറഞ്ഞാൽ 100 ലിറ്ററിന് 300 മില്ലി വേണമെന്നാണ് ആ കമ്പനിക്കാരൊക്കെ ഒരു ചെറിയ റെക്കമെൻഡേഷൻ പറയുന്നത്. അത് രേഖാപരമായിട്ടല്ല അവർ പറയുന്നത്. പക്ഷേ അത് 20 ECD. അപ്പോൾ അത് ഒരു 150 മില്ലി വെച്ച് ഒഴിക്കുക. 100 ലിറ്ററിന് 10 ലിറ്റർ വെച്ച് ചൂട്ടിൽ ഒഴിച്ച് കൊടുക്കാം. കുമിക്കാസിഡ് ചേർക്കാം. 50 ECD ആണെങ്കിൽ 100 മില്ലി ചേർക്കാം. അപ്പോൾ ഈ മണ്ണിലെ വില്ലന്മാരെ ഇങ്ങനെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാം ഈ 3 ഇതങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. മറ്റേ കെമിക്കലിൻ്റെ കാര്യം ഒന്ന് അന്വേഷിച്ചാൽ ഈ മോണോപ്രോട്ടോപോസ് പ്രൊവിനോവോസ് പ്ലസ് ഹൈപ്പറിൻ്റെ കൂടെ ബാൻ ചെയ്ത് ഇത് തിരിച്ചു വന്നോ എന്ന് എനിക്കറിയത്തില്ല. അതായിരുന്നു നേരത്തെ ഈ വേരുപുഴുവിനും കുറുനാമ്പിനും വേണ്ടി ഉപയോഗിച്ചിട്ടിരുന്ന മരുന്ന്. പക്ഷെ നമുക്ക് അടുത്തൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ ഏകദേശം ഒരു മണ്ണിലെ ആക്രമണത്തെ പറ്റി മനസ്സിലായി. നമ്മൾ കുമ്മായ പ്രയോഗം നമ്മൾ അടിക്കടി പറയാറുണ്ടായിരുന്നു, മണ്ണ് ക്ലിയർ ചെയ്യാൻ. പക്ഷെ അന്നേരം അതിലൊരു ഡൗട്ട്, എന്തുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ നല്ലൊരു മഴ നമ്മൾ കുമ്മായം കൊടുക്കുന്നുണ്ടല്ലോ, എന്നിട്ടും വീണ്ടും നല്ലൊരു മഴ വരുമ്പോഴും ഒക്കെ ഈ pH മാറി പോയിക്കൊണ്ടിരിക്കുന്നു? അതെന്തായിരിക്കാം കാരണം? pH മാറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫോറസ്റ്റ് ഏരിയയിലെ pH മാറുന്നില്ല. ഫോറസ്റ്റ് ഏരിയയിലെ pH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുക്കടുക്കായിട്ട് മരങ്ങൾ, മരച്ചില്ലകൾ, പള്ള, പുല്ലെല്ലാം കൂടെ അവിഞ്ഞ് അടുക്കടുക്കായിട്ടാണ് ഈ ഫോറസ്റ്റ് ഏരിയ എന്ന് പറയുന്നത്, അല്ലേ? അതെ. നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെളിഞ്ഞ പ്രദേശമാണ്. നേരിട്ട് അസിഡിറ്റി ഉള്ള വാട്ടർ, ഓസോൺ പാളികളിൽ നിന്ന് വരുന്ന വേസ്റ്റുകളെല്ലാം കൂടെ കൂടിയിട്ട് നേരിട്ട് മഴയുടെ കൂടെ തെളിഞ്ഞിട്ട് വന്നു കഴിയുമ്പം മഴയ്ക്ക് തന്നെ കളർ വെള്ളത്തിന് മാറ്റം വരാറുണ്ട്. നേരിയ മഞ്ഞ നിറം വരാറുണ്ട്, ചുവപ്പ് നിറം വരാറുണ്ട്. അതൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാകുന്നു. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഇവിടുന്ന് അങ്ങോട്ട് പോയത് നേരെ തിരിച്ചു വന്നേ മതിയാവും. അപ്പം അങ്ങനെ വരുന്ന ആ വെള്ളം ഈ നമ്മുടെ ഭൂമിയിൽ പതിക്കുമ്പോൾ നമ്മുടെ ഡയറക്റ്റ് ആ ഭൂമിയിലേക്കാണ് പതിക്കുന്നത്. ഒരു ചെറിയൊരു ആവരണം പോലും ഇല്ലാത്ത രീതിയിൽ കുറച്ച് കരിയിലെ വിലൊക്കെ കാണും. അങ്ങനെ വരുമ്പോഴത്തേക്കും pH പെട്ടെന്ന് വ്യത്യാസം വരും. അപ്പോൾ നമ്മൾ കുമ്മായ ആഡ് ചെയ്യാതെ നിവൃത്തിയില്ല. പക്ഷേ ഈ അച്ചിള് പെരുകുന്നതിനോ? അച്ചിള് പെരുകുന്നതിന് സ്നേക്ക് കില്ലർ എന്നും പറഞ്ഞുകൊണ്ടൊരു ചെറിയൊരു കെമിക്കൽ ഇറങ്ങിയിട്ടുണ്ട്, പെല്ലറ്റ്. അതേ ഉള്ളൂ. പിന്നെ പോയിട്ട് അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടക്കോസിൻ്റെ തൊണ്ട്, കപ്പളത്തിൻ്റെ ഇല, ഇതൊക്കെ കൂടെ ഇട്ട് കഴിയുമ്പം 6 to 10 വരെ അതിൻ്റെ വൈകുന്നേരത്തെ സമയം. അത് വന്നിട്ട് ഇതിൻ്റെ അടുത്ത് വരുമ്പോൾ നമ്മൾ ഉപ്പിട്ട് കൊന്നുകളയാന്നുള്ളേ ഉള്ളൂ. അല്ലെങ്കിൽ ഈ പറഞ്ഞ പെല്ലറ്റിനകത്ത് ഒരു 100-500 എണ്ണം ഒക്കെ വന്ന് കയറി ചത്തോളൂ. ഓക്കെ. ഇനി നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ്. ഇനി തണ്ടിലേക്ക് കയറുവാണ്. ഫിസേറിയം ഒരു വില്ലനാണ്. അപ്പോൾ അതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം, ഇതിന് പറ്റിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ? ഫിസേറിയം വരുന്നത് കുമിൾ രോഗങ്ങളെല്ലാം അതിൻ്റെ ഭാഗമാണ്. നമ്മൾ വേരയിൽ നിന്ന് തുടങ്ങും. വേരിൽ നിന്ന് തുടങ്ങിയിട്ട് ഈ രോഗം വന്നു കഴിയുമ്പോഴത്തേക്കും ഈ അസിഡിറ്റി കൂടുതൽ ആകുന്നുണ്ടെങ്കിൽ ഈ വേരിൻ്റെ അറ്റം അങ്ങ് പോയി കഴിയുമ്പോഴാണ് ഈ മുകളിലോട്ട് ഇതിൻ്റെ എല്ലാം കൂടി പ്രദർശനം വരുന്നത്. മഞ്ഞപ്പ് വരുന്നത്, പോള പൊളിച്ചിൽ, പോള അഴുകൽ, ഇലപ്പുള്ളി രോഗം എല്ലാം കൂടെ വരുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഫിസേറിയത്തിന് ഈ കുമിൾ രോഗങ്ങൾക്കും എല്ലാം അഡ്വാൻസ് ആയിട്ട് മരുന്ന് തിരിച്ചു കൊടുക്കാമെന്നുള്ളേ ഉള്ളൂ. ഇപ്പോൾ ഈ നമ്മൾ വേനൽക്കാലത്ത് അടിക്കുന്ന ഒരു കെമിക്കൽ മഴക്കാലത്ത് അടിക്കുന്ന ഒരു കെമിക്കൽ എന്ന് പറഞ്ഞാലോ? പറഞ്ഞേക്കാം. 200 ലിറ്റർ ഇപ്പം നമ്മൾ ഇച്ചിരി കൺട്രോൾ ആയിട്ട് നിൽക്കണമെങ്കിൽ മെറ്റലാസിൽ 100 ഗ്രാമേ ചേർക്കാവുള്ളൂ. മാംഗോ സൂപ്പ് 200 ലിറ്ററിൽ 250 ഗ്രാം. അതിൻ്റെ പെർസെൻറ്റേജും കൂടെ ഒന്ന് പറഞ്ഞു പോകണമെങ്കിൽ പറയാം. പൊട്ടാസ്യം ഫോസ്ഫണേറ്റ് 400 മില്ലി. പിന്നെ അത് വേണമെങ്കിൽ കെമിക്കൽ ചേർത്തടിക്കാം. പക്ഷേ കെമിക്കൽ അടിക്കുമ്പം 200 ലിറ്ററിന് 300 മില്ലിയെ കെമിക്കൽ അടിക്കാൻ പാടുള്ളൂ. ഈ മോണോപ്രോട്ടോപോസ്, പ്രൊവിനോവോസ്, എക്കാലസ്, നഗാട്ട, ഇതെല്ലാം 300 മില്ലി അടിക്കാൻ പാടുള്ളൂ. അസഫൈറ്റ്, ഇതെല്ലാം. കെമിക്കലിന് ഡോസേജ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെടിക്ക് ദോഷം വരും. ഈ 2 കെമിക്കലിനും, കുമിളിനുള്ളതും ഫംഗിസൈഡിനും പെസ്റ്റിസൈഡിനും ഡോസേജ് കൂടിയാൽ ചെടിക്ക് ദോഷം വരും. അപ്പോൾ അതാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ പോയിട്ട് സാഫ് അടിക്കാം 100 ലിറ്ററിന് 200 ഗ്രാം. അപ്പോൾ ഈ സാഫ് അടിക്കുന്നൊരു കാര്യം
ഇന്നാൾ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, കാർബൺഡാസിയം മാംഗോസുബ. അതെ. അതിൻ്റെ ഡോസേജ് എന്ന് പറയുമ്പം നമ്മൾ കാർബൺഡാസിയം 50%, മാംഗോസുപ്പ് 75%. അപ്പോൾ എത്രയായി? 125 ആയില്ലേ? ഈ സാഫ് എന്ന് പറയുമ്പോൾ 75 വരുള്ളൂ, ഒരു വിലയും കൂടുതലാണ്. അപ്പം നമ്മൾ സാഫ് നേരിട്ട് മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അതെല്ലാം അവിടെ കൂട്ടി ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ചാർജ് കൂടെ കൊടുക്കേണ്ടി വരും. വിലയും കൂടുതലാണ്, ഗുണവും കുറയും. ഓക്കെ. അവിടെ 107 അല്ല, സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കൂട്ടിയെടുക്കണം. 125 വരും പെർസെൻറ്റേജ്. അതാവുമ്പം ഗുണവും കൂടും. നല്ല കല്ലിപ്പുണ്ട്. കുറച്ച് മതി. താനും 100 ലിറ്ററിന് 125 ഗ്രാം വെച്ചിടണം. 100 ലിറ്റർ കാർബൺഡാസിയം ഇടണം, മാംഗോസുപ്പ് ഇടണം. രണ്ടിയുടെ കോമ്പിനേഷൻ. എന്നിട്ട് പൊട്ടാസ്യം ഫോസ്ഫേറ്റ് കൂടെ ആഡ് ചെയ്തിട്ട് കീടനാശിനി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഓക്കെ. ഇതിപ്പോൾ നമുക്കൊരു ഗ്രീൻ സിഗ്നലിൽ നിൽക്കുന്ന ആ ഒരു ഇതില്ലേ, ഒരു ട്രയാങ്കിളിൽ നിൽക്കുന്ന കാറ്റഗറി വിട്ട മരുന്ന്, അത് വെച്ചിട്ട് ഓർഗാനിക് ആയിട്ട് എങ്ങനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും? ഓർഗാനിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതിനു വേണ്ടി? ഈ സ്യൂഡോമോണസ് അടിച്ചു കൊടുക്കുന്നില്ലേ, അതുപോലെയുള്ള ബാസിലോമൈസസ് ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നുണ്ടല്ലോ, അങ്ങനെ എന്തെങ്കിലും നിയന്ത്രിക്കാൻ പറ്റുമോ? ഫിസറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ട്രൈക്കോഡർമ മണ്ണിൽ അപ്ലൈ ചെയ്താൽ കൺട്രോൾ ആവും. പിന്നെ സൂഡോമോണസ്, ട്രൈക്കോഡർമ ഇത് അപ്ലൈ ചെയ്ത് മണ്ണിൽ നിന്ന് തന്നെ ഇതിനെ എടുത്ത് കളയണം. അതേപോലെ അടിച്ചു കൊടുക്കാൻ പറ്റും? അടിച്ചു കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ ചെടിയുടെ ഇലകളിലുള്ള ഇതൊക്കെ അത് നമ്മൾ ഈ ഫംഗിസൈഡ് അടിക്കുന്നുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ല. ഞാൻ ഫംഗിസൈഡ് അടിക്കാത്ത ജൈവകൃഷി ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ്. ജൈവകൃഷി ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ സൂഡോമോണസ്, പെസിലോമൈസ് വേണ്ട, സൂഡോമോണസും ട്രൈക്കോഡർമയും അടിച്ചു കൊടുക്കാം. അത് ലിക്വിഡ് ഉണ്ട്, പൗഡർ ഫോമിലുണ്ട്. പൗഡർ ഫോം ചുവട്ടിലിട്ട് കൊടുക്കുക, ലിക്വിഡ് ഫോം അടിച്ചു കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഈ ഫംഗസും ഈ ബാക്ടീരിയ രോഗങ്ങളെല്ലാം കൺട്രോൾ ആയി. ഈ അടിച്ചു കൊടുക്കുന്ന ലിക്വിഡ് ഫോം സ്യൂഡോമോണസ് ഒക്കെ ഉണ്ടല്ലോ, അത് എത്ര മില്ലി വെച്ചായിരിക്കണം? 100 ലിറ്റർ 200 മില്ലി ചേർത്ത് അടിക്കുക എന്നുള്ളതാണ്. പിന്നെ അതിൻ്റെ പെർസെൻറ്റേജുകൾ പല കമ്പനികളുടെയും വ്യത്യാസമായിരിക്കും. അതേ ഉള്ളൂ. പിന്നെ ഇന്നത്തെ കാരണം തന്നെ ഈ അടിച്ചു കൊടുക്കുന്ന സംഭവത്തിന് ഈ പെസ്റ്റിസൈഡുമായിട്ട് ബന്ധം വരാൻ പാടില്ല. ഡെഡായി പോലെ തനിയെ അടിച്ചു കൊടുക്കണം. അതൊക്കെ ഒരു പ്രശ്നങ്ങളാണ്. മണ്ണിലും കൊടുക്കണം, അതോടൊപ്പം തന്നെ മണ്ണിൽ നിന്ന് എടുത്ത് ദൂരെ കളയണം. അങ്ങനെയാണ് രോഗങ്ങളെല്ലാം മാറിയുള്ളൂ. അപ്പോൾ ഈ രണ്ട് ഇത് കൊടുത്താൽ മതി സൂക്ഷ്മജീവികൾ. ഓക്കെ. അപ്പോൾ ഒരുപാട് നന്ദി സാർ, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിൽ. ഇപ്പോൾ ഒരു ബേസിക് ആയിട്ടുള്ളൊരു നോളജ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയൊക്കെ സാറ് പറഞ്ഞു തരുന്നുണ്ട്. ഇപ്പോൾ സാറിപ്പോൾ ഈ ഒരു അഗ്രി ഫീൽഡിലോട്ട് വന്നിട്ട് എത്ര വർഷമായി? ഇതിനു വേണ്ടി ഏതെങ്കിലും സ്പെഷ്യലൈസ്ഡ് കോഴ്സുകൾ ചെയ്തിട്ടുണ്ട്? ഞാൻ 25 വർഷമായിട്ട് അഗ്രി ഫീൽഡിലുണ്ട്. പക്ഷേ എൻ്റെ 10 വർഷം നഷ്ടമായിപ്പോയി. കാരണം ഞാനും അറിവില്ലായ്മയുടെ കാലത്ത് ഒത്തിരി പൈസ മുടക്കി കൃഷിയെല്ലാം ചെയ്തു, ഒന്നും കിട്ടപ്പോലും ഉണ്ടായില്ല, അറിയില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ 2 ഡിപ്ലോമ, ഒന്ന് ബാംഗ്ലൂരിൽ നിന്ന് എടുത്തു, ഒന്ന് കേരളത്തിൽ ഇവിടെ നിന്നുള്ളത് എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ എക്സ്പീരിയൻസിൻ്റെ ഭാഗമായിട്ട് തമിഴ്നാട്ടിൽ ജർമ്മനി അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ ഫീൽഡ് വിസിറ്ററാണ്. അപ്പോൾ കൃഷിയുടെ അറിവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാനം മാറി. അതുപോലെ ബോംബെയിൽ ഞാൻ പോയിട്ട് 3 മാസം ട്രെയിനിങ്ങിൽ നിന്നായിരുന്നു. അതെല്ലാം ഈ അറിവുകളെല്ലാം കൂടെ കൂട്ടി ഇണക്കി ചേർത്ത് നോക്കി കഴിഞ്ഞ് കഴിയുമ്പം ശാസ്ത്രം എന്നും കൃത്യമായിരിക്കും. ഭൂമി കറങ്ങുന്നത്, സൂര്യൻ ഉദിക്കുന്നത്, ഇതെല്ലാം കൃത്യമാണ് ശാസ്ത്രം. ഇപ്പം ഞാൻ പറഞ്ഞാലും വേറൊരു ആൾ പറഞ്ഞാലും ശാസ്ത്രം എല്ലാം കൃത്യമായിരിക്കും. പക്ഷേ പ്രായോഗിക അറിവുകളെ സംബന്ധിച്ചാണ് വിഭിന്നങ്ങളായ, അതായത് അവരുടേതായ എക്സ്പീരിയൻസ് ആയിരിക്കും അവർ ഞങ്ങൾ ചെയ്തു തന്നെ. ഇനി ചിലർ പറയുന്ന എന്ന് പറഞ്ഞാൽ അത് ഒപ്പിച്ചെടുക്കാൻ പാടുവരും ചിലർ പറയുന്നത്. ഞാൻ പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ഇത് ഇന്നതാണ്. അപ്പോൾ കർഷകരോട് പറഞ്ഞിട്ട് കാർബൺഡാസിയം, മാംഗോസുപ്പ് 75%, 50% ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് അവർക്ക് കാര്യമില്ല. അവർ ആ കെമിക്കലിൻ്റെ പേര് പറയുക, നിങ്ങളിത് അപ്ലൈ ചെയ്യുക, ഇത്ര ഡോസ് വെച്ചടിക്കുക, നിങ്ങളുടെ അസുഖം മാറും. അങ്ങനെ പച്ചയായിട്ട് പറഞ്ഞാലേ ഇത് ഏക്കുള്ളൂ. അതുപോലെ കുമ്മായപ്രയോഗം ചെയ്തില്ലെങ്കിൽ വേര് പോകും. അതായത് കാൽസ്യത്തിൻ്റെ അളവ് ഇത്രയുണ്ട്, അതുകൊണ്ട് മണ്ണിൻ്റെ pH ഇത്രയാന്നൊക്കെ ഒത്തിരി പറഞ്ഞ് അവരെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കർഷകർക്കത് ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. അപ്പോൾ നമുക്ക് ഏറ്റവും മനസ്സിലാവുന്ന രീതിയിൽ ലളിതമായിട്ട് പറഞ്ഞു അല്ല, നമ്മൾ ഒത്തിരി കെമിക്കൽ കണ്ടൻറ്റും അതിൻ്റെ ശാസ്ത്രീയതയും പറഞ്ഞിട്ട് കാര്യമില്ല. ശാസ്ത്രീയത നമുക്കറിയാവുന്നതാണല്ലോ ശാസ്ത്രീയത ഒഴിവാക്കിയിട്ട് പ്രായോഗിക ബുദ്ധികൾ പറഞ്ഞു കൊടുക്കുന്നത്. അതെ. അപ്പോൾ ഇത്രയൊക്കെ അറിയാൻ സാധിച്ചതിൽ നന്ദി. ഇപ്പോൾ ഒരുപാട് ഇൻ്റർവ്യൂസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ ചോദിച്ചില്ലായിരുന്നു ഇങ്ങനെ ഒരു എന്താണ് ക്വാളിഫിക്കേഷൻ, നമ്മളൊരു അറിവ് പങ്കുവയ്ക്കുന്ന രീതിയിലായിരുന്നു. അതുപോലെ ഓക്കെ. എങ്ങനെയാണല്ലോ നമ്മുടെ ആ ഒരു അനുഭവത്തിൽ നിന്നുള്ള ഇങ്ങോട്ട് കൂട്ടിച്ചേർക്കും. അതായത് തിയറി മാത്രമല്ല, പ്രാക്ടിക്കൽ നോളജ് കൂടെ വന്നതുകൊണ്ടാണ്. തമിഴ്നാട്ടിലെ കൃഷി ഫീൽഡിൽ പോയതിന് ശേഷം എനിക്ക് ഈ കാര്യത്തിൽ ഒത്തിരി ടേണിംഗ് പോയിന്റ് ഓഫ് മൈ കരിയർ ആയിരുന്നു. അങ്ങനെ വന്നത് അവിടെ ഒരു ചേഞ്ച് ആയി, ഭയങ്കര ചേഞ്ച് ആയിരുന്നു. ഓക്കെ. അപ്പോൾ ഒരുപാട് നന്ദി സാർ. നമുക്കിനി പച്ചക്കറികളെ പറ്റിയൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ ചെയ്യണം. അതിപ്പോൾ ആരോഗ്യകരമായ ഒരു ജനതയെ നമ്മൾ വാർത്തെടുക്കാനും കൂടെ നമ്മൾ ശ്രമിക്കണം. എപ്പോഴും നമ്മളിങ്ങനെ ഒരു കെമിക്കൽ പെസ്റ്റിസൈഡ് കാര്യങ്ങൾ ഉപയോഗിച്ചിരുന്നുണ്ടെങ്കിൽ മാത്രം നടക്കില്ല. നമ്മുടെ മനുഷ്യൻ്റെ ആരോഗ്യം കൂടി നോക്കണം.
അപ്പോൾ അതിനായിട്ട് നമുക്കിനി ജൈവ രീതിയിലുള്ള കൃഷി രീതികളോട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യണം. ഓക്കെ, ഒരുപാട് നന്ദി.